അല്ല അവൻ കൈ കഴുകിയിട്ടുള്ള അപ്പിയിട്ടുള്ള നിങ്ങൾക്ക് എന്നെ മനസ്സിലായി ജോണേട്ടാ? അതൊക്കെ മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവും? ചുമ്മാ ബ്ലഫ് ചെയ്തല്ലോ. അതൊരാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാൽ മനസ്സിലാവില്ലേ? ബോഡി ലാംഗ്വേജ് കൊണ്ട് എങ്ങനെ മനസ്സിലാവും? അയാൾ കള്ളം പറഞ്ഞപ്പോൾ കൈ പുറകിലേക്ക് പോയത് ശ്രദ്ധിച്ചില്ലേ? അത്രേ ഉള്ളൂ. ശേ, എന്നാലും കൈ പോയി എന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് മൈക്രോ എക്സ്പ്രഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്രോ എക്സ്പ്രഷനാ? നിങ്ങൾ മെന്റലിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ മെന്റലിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം പ്രിയൻ്റെ മുഖത്ത് പുച്ഛമല്ലേ? ക്യൂരിയോസിറ്റിയാ? അല്ല, പുച്ഛം. എവിടെ? ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ. എനിക്ക് കാണും. എങ്ങനെ? അത് ഈ എന്താ പറയുക, പ്രസൻസ് ഓഫ് മൈൻഡ്, ഒബ്സർവേഷൻ, അത്രേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. 15. ഇവിടെ എത്ര റൂംസ് ഉണ്ട്? 12. അല്ല, അപ്പൊ ഇപ്പഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഞാനും അതെ. ഇതാ പഠിപ്പല്ല, നിന്റെ പഠിപ്പ് വേറെ അല്ലേ? എന്ത്? സ്കൈപ്പിൽ വരും ഷിബുക്കുട്ടൻ. മൂവ് ബാക്ക് പറയും ഷിബുക്കുട്ടൻ. അത് സ്കൈപ്പിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സ് ചെയ്തിരുന്നു. പറയട്ടെ. ഡെന്നിയുടെ സെറ്റപ്പ് ആണല്ലേ? നിന്റെ കൈ പുറകിലേക്ക് പോയില്ല. ചെരുപ്പിടാലോ അല്ലേ? ഓക്കെ. ഇവിടെ ഇരുന്നപ്പോഴാ അന്ന് അവളെ മൊബൈലിൽ ഫോട്ടോ എടുത്തപ്പോൾ കാണാതായത്. എവിടെ ഇരുന്നപ്പോൾ? ഇവിടെ ഇങ്ങനെ ഹാഫ് ചന്തിയിൽ. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു? ഇല്ല, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, എൻ്റെ ഫ്രണ്ടാ. സ്പാനിഷ് ഫ്ലൈ. ഒന്നും നടന്നില്ലായിരുന്നു. ഇതിൽ നിന്നാ അന്ന് രാത്രി നോക്ക് വന്നു. ഓക്കെ. ഷിബു ഒറ്റയ്ക്കായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? പറയ്. അല്ല, സ്കൈപ്പില്. ഓ, അതാണ് ഓൺലൈൻ കോഴ്സ്. എല്ലാവരും മിടുക്കന്മാരാണല്ലോ. ഞാൻ ഡീസൻ്റ് ആണ്. അല്ല, ഞാൻ ഡീസൻ്റ് ആണ്. ഓ, ഇവിടെ വെച്ചാണ് പ്രേതം ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്. ശരി. കിട്ടാത്തോണ്ടല്ലോടാ നാളെ നീ ഡീസൻ്റ് ആണെന്ന് പറഞ്ഞത്. ഫോട്ടോഗ്രാഫർ പ്രേതം. ഇവിടെ ഒന്നുമില്ലെന്നേ, നിങ്ങൾക്ക് വെറുതെ തോന്നണ? അയ്യോ അല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ പ്രേതമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്തുണ്ട്. നോക്കട്ടെ മൊബൈൽ. ഒരു ചുക്കൂല്ലെന്നേ? അല്ല, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആളുവെല്ലാം പുറത്തേക്ക് പോയിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്യാം, അറിവുണ്ട് കണ്ട്. അല്ല, ഇന്നലെ പ്രേതം വന്ന ഈ ടി-വിയിലാണ്. പ്രേതമില്ലല്ലോ, നിങ്ങളല്ല വന്നേ. അതിന് ഞാൻ ഇവിടെ നിൽക്കാട്ടോ. സച്ചിൻ പോയ പിന്നെ എനിക്ക് എന്തോ ക്രിക്കറ്റ് ഇഷ്ടമല്ല. എന്തോ ഒരു കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ. വെയിറ്റ്. It's here. എന്താ ജോൺ? എന്റെ കൈയും കാലും മറിക്കുന്നു. ഏയ് ജോൺ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തി അതിനില്ല. ജോൺ, ഇതിന്റെ മുകളിൽ നിന്ന് തല കുത്തി വീണ്ട് ജോണിനൊന്നും പറ്റിയില്ല.
പനി പിടിച്ച നിനക്ക് ഇങ്ങനെ എങ്ങനെയാടാ നീ ഇത് കുടിക്കുക? നീ ഉണ്ടാക്കിയതാണോ? അതെടാ. എന്നാലും കളക്കം കൊടുക്കും. ആ സായിപ്പുമാർ ചെക്കൗട്ടായ പേടിച്ചിട്ടാടാ. ഇന്നലെ ഇവിടെ മൊത്തം സീനായല്ലോ. സാരല്ലടാ, എല്ലാം ശരിയാവും. ഇനി എന്ത് ശരിയാവാനാണ്? കിട്ടി, കംപ്ലീറ്റും കിട്ടി. എന്ത്? ജോൺ ഡോൺ ബോസ്കോ എന്ന ബുദ്ധിരാക്ഷസൻ തെണ്ടിയുടെ കംപ്ലീറ്റ് ചരിത്രം. പക്ഷേ അവൻ അറിഞ്ഞില്ല, അവനെ വിറ്റ് പോക്കലിട്ട ബുദ്ധി ഈ ഡെന്നി കൊക്കിനുണ്ട്. നീ നിന്ന് തിരുവാതിര കളിക്കാതെ സമാധാനമുള്ള വല്ല കാര്യം പറയണ്ട ഡെന്നി. സമാധാനം തരുന്ന വാർത്ത മാത്രമുള്ളൂ മക്കളെ. അച്ഛൻ പറഞ്ഞ പോലെ ഒരു മാങ്ങാത്തുലിയല്ലേ. പിന്നെ കോളേജിൽ ലൈബ്രറിയൻ ആയിരുന്നല്ലോ നമ്മുടെ ഡാഗിനി. അവിടെ പഠിക്കാൻ ചെന്നപ്പോ പരിചയപ്പെട്ടതാണ് ഈ യങ് ജോണിനെ. 2 ഓർഫൻസ്, ഓക്കെ. സ്നേഹം, സെന്റിമെന്റ്സ്. അവസാനം അയാൾ അവർക്കൊരു മോനെ പോലെ. അയാൾ അവരെ മമ്മ എന്ന് വിളിച്ചു. എന്റെ പൊന്ന് ഡെന്നി, നാടകം അവസാനിപ്പിക്കുക. എനിക്ക് പനി കൂടും. കോളേജ് പഠിത്തം കഴിഞ്ഞ് കുറെ കാലം അയാൾ നമ്മളെ പേടിപ്പിച്ച പോലെ ഇവിടെ ലൊട്ടിലൊടുക്ക് പരിപാടിയായിട്ട് നടന്നു. പിന്നെ ഏതൊരു കപ്പലിൽ ജോലി കിട്ടിയപ്പോ അങ്ങോട്ട് പോയി. വല്ലപ്പോഴും ലീവിന് വരുമ്പോ ഡാഗിനിയുടെ വീട്ടിൽ താമസിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ള? അത്ര തന്നെ ഇല്ല. നമ്മളെല്ലാരും കൂടി പറഞ്ഞ് പറ്റിക്കായിരുന്നടാ. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ദൃശ്യം, ഇറ്റ് വാസ് എ പ്ലേ. ആ കിളവിയും അച്ഛനും എല്ലാരും എനിക്ക് കൂട്ടും. നമ്മുടെ മുന്നിൽ ഇല്ലാത്തൊരു പ്രേതത്തിന്റെ കഥ ഇവരെല്ലാരും കൂടി തുറന്നു വെച്ചു. റിവൈൻഡ്, റിവൈൻഡ്. എടാ, നമ്മുടെ ഈ റിസോർട്ട് ഡാഗിനിക്ക് എന്നൊരു ഭീഷണിയായിരുന്നു. അന്ന് ആ കണ്ണാടി പൊട്ടിക്ക് അച്ഛൻ തന്നെയായിരുന്നു. ആരോ തള്ളിയിട്ടതായി അഭിനയിക്കായിരുന്ന തെണ്ടി ജോൺ. എടാ, ഇത്ര ഹൈറ്റിൽ നിന്ന് വീണ്ടും പുഷ്പം പോലെ അയാൾ എണീച്ചു പോയത്. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞ? എന്റെ ബുദ്ധി. ഗോസ്റ്റ് ഹൗസിലെ നെടുമുടി വേണുവാടാ ഡാഗിനിയും ജോണും. അവരുടെ ലക്ഷ്യം ചുളുവിലക്ക് ഈ റിസോർട്ട് നമ്മുടെ അടിച്ചു മാറ്റാന്നുള്ളതാണ്. പക്ഷെ നമ്മളപ്പോ മൊബൈലിൽ കണ്ടതൊക്കെയോ? എടാ, നിന്റെ മൊബൈലിന്റെ പാസ്വേഡ് നിന്റെ മനസ്സിൽ നിന്ന് ചൂഴ്ന്നെടുക്കുന്ന മെന്റലിസ്റ്റ് ആണ് അയാൾ. അവനാണ് അതൊക്കെ ചെയ്യാൻ പാട്. ഇവിടെ പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ റിസോർട്ട് അവർക്ക് പൊട്ടിക്കണം. അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. തെണ്ടികൾ. അവർ അടുത്ത കരുക്കൾ നീക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മനോരുകിയുടെ എല്ലു എന്നെ തല്ലിയാലും കൊന്നാലും എനിക്ക് മറിച്ചൊന്നും പറയാനല്ല സാറേ. 22-ാം തീയതി രാവിലെ ഞാൻ മേഴ്സിക്കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാനാ. വില കൊണ്ട് ഒത്തില്ല. പിന്നെ ഞാൻ നേരെ ബോധോക്കലത്തേക്ക് പോയി. അവിടെ വേറൊരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സേവർ സാറിന്റെ. ഇത് നമ്മുടെ വയറ്റുപഴുപ്പല്ലേ സാറേ. മേഴ്സ് എനിക്ക് പെങ്ങളെ പോലെയായിരുന്നു സാറേ. ഞാൻ അവളെ കൊല്ലൂല. ഇനി എന്നെ തല്ലല്ലേ സാറേ. കേട്ടില്ലേ? 2 ആഴ്ച ചോദ്യം ചെയ്തിട്ടും അവ ഇത് തന്നെ പറയണം. അയാൾ ഇത് തന്നെയാണ് പറയുന്നതെന്നാണോ ഇത് മാത്രമാണ് പറയുന്നതെന്നാണോ? ഓൾമോസ്റ്റ് വേർഡ് ബൈ വേർഡ്. വൈ? Then he is lying. തെറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അയാൾ ചൂടാവും, അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൂട്ടിച്ചേർത്ത് അയാൾ സ്റ്റേറ്റ്മെന്റ് കൺവിൻസിങ് ആക്കും. ഹി ഈസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ് മീൻസ് ഇറ്റ്സ് ബിൻ റിഹേഴ്സ്ഡ്. അദ്ദേഹത്തിൻ്റെ ടൊണാലിറ്റിയിലും പ്രോബ്ലംസ് ഉണ്ട്. സോ യു തിങ്ക് ഈസ് ദ ക്രിമിനൽ? ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നു. അത് കള്ളമാവാം, സത്യമാവാം. എൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക്. രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? ആണെന്നുള്ളതാണ് സത്യം. മുഖങ്ങൾ മാറും, പാറ്റേൺ റിമൈൻസ്. എടാ, ഇത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യണം. പല കേസുകൾക്കും ഇത് ഹെൽപ്ഫുൾ ആവും. പിന്നെന്താ, പൈസ തന്നാൽ മതി. അല്ല, എന്താ ഇനി പ്ലാൻ? ഇവിടെ തന്നെ ഉണ്ടാവോ അതോ പഴയ പോലെ ഓടിപ്പോവും? അതറിയായിരുന്നെങ്കിൽ ലൈഫ് എന്തൊരു ബോറായി പോയാണ്. അവനൊറ്റ ചവിട്ടിനും ഡാ, ഇവിടെ വാടാ. ഞാൻ വരണോ? പോലീസ് ആദ്യത്തെ പൊക്കി കാണും. ഫ്രോഡല്ലേ. വെള്ളിനിക്കരായിട്ട് വരുന്നുണ്ടില്ലേ? ഡോക്ടർ സണ്ണിയുടെ കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ പറ്റിക്കാന്ന് വിചാരിച്ചു. എൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോകാന്ന് പറഞ്ഞിരിക്കുക മാലിന്. ഉള്ള ഡോക്ടർ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറയുള്ളൂ. ആ, മോർണിംഗ്. മോർണിംഗ്. ഇതൊക്കെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സ്. ഡെന്നി, ഷിബു, പ്രിയൻ. ഹായ്. ഇവർക്ക് ഇവിടെ നല്ലൊരു ഉഗ്രൻ റിസോർട്ട് ഉണ്ടാ. ഓ, ഇസ് ഇറ്റ്? യു ഷുഡ് വിസിറ്റ് സം ടൈം. ഡെഫിനറ്റ്ലി, നെക്സ്റ്റ് ടൈം. അപ്പോൾ ശരി. എടാ, നീ നാളെ വീട്ടിൽ വരില്ലേ? എടാ ഒരു മിനിറ്റ്. സോറി, ഓക്കെ. നീ എന്നെ മൊബൈലിൽ കാണിച്ച് കക്ഷിയായിട്ടൊരു മീറ്റിംഗ് നാളെ അറേഞ്ച് ചെയ്യും. ഷുവർ.